F-35 അങ്ങനെ ഒടുവിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ദുരൂഹതകൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്നു. ഹൈഡ്രോളിക് പ്രശ്നം കാരണമാണ് ഇറക്കിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. സത്യത്തിൽ ഇതിന് പിന്നിലുണ്ടായിരുന്ന വസ്തുത, ശരിയായ കാരണം എന്തായിരുന്നു? അതായത് ഈ വിമാനം ഇവിടെ എത്തുന്നത് ജൂൺ 14-ആം തീയതി വൈകിട്ട് രാത്രി 9:30 ഇതിൻ്റെ കാരണം സംബന്ധിച്ച് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് എന്നുള്ളതാണ്. അമിത് സെൻ ഗുപ്തയെ പോലുള്ള യൂട്യൂബർമാർ വലിയ രീതിയിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും നമുക്ക് അന്നത്തെ വാർത്തകൾ മുതൽ നമുക്ക് എടുക്കാം. ജൂൺ 14 ഈ യുദ്ധവിമാനം കേരളത്തിലേക്ക് വന്നിറങ്ങുന്നു. ജൂൺ എന്ന് പറയുന്ന മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇടവപ്പാതി പെയ്തു തുടങ്ങി ഏതാണ്ട് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്ന ഒരു സമയം കൂടിയാണ്. കനത്ത മഴ, കാറ്റ്, കോള് എല്ലാം നിറഞ്ഞ കടലായിരിക്കും. ആ സമയത്താണ് ഇവരുടെ HMS പ്രിൻസ് ഓഫ് വെയിൽ എന്ന് പറയുന്ന UK-യുടെ ഒരു വിമാനവാഹിനി കപ്പലിൽ അവർ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഒരു സൈനികാഭ്യാസം, അത് UK-യിൽ നിന്ന് ആരംഭിച്ച് ഈ ജപ്പാൻ വഴി ഏഷ്യ പസഫിക് റീജിയനിൽ കൂടെ കടന്ന് ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യ വഴി പോകുന്ന ഒരു റുട്ടീനായിട്ടുള്ള ഒരു 8 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സൈനികാഭ്യാസ പ്രകടനമാണ്. ഈ സൈനികാഭ്യാസ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യൻ ഓഷനിലെത്തുന്നു. ഏതാണ്ട് അറബിക്കടലിൻ്റെ നമ്മുടെ തീരത്ത് നിന്ന് 150ഓളം മൈൽ അപ്പുറത്തായിട്ട് നങ്കൂരമിടുന്നു. നങ്കൂരമിട്ട് അവിടെ സൈനികാഭ്യാസം നടത്തുന്ന ഇന്ത്യ അതിൻ്റെ ഭാഗമായിരുന്നു. ഈ സൈനികാഭ്യാസ പ്രകടനത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്ത്യ പല ഘട്ടങ്ങളിൽ ഭാഗമായിരുന്നു. ഓസ്ട്രേലിയ ഒരു ഘട്ടത്തിൽ ഭാഗമായിരുന്നു. ജപ്പാൻ ഭാഗമായിരുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ച് ചൈനയെ ചുറ്റി വരിക എന്നുള്ളതാണ്. അതിനൊപ്പം ഇന്ത്യയുടെ അടുത്ത് ഒരു ചെറിയ നിരീക്ഷണം. ഇതൊക്കെയാണ് ഈ പറയുന്ന സൈനികാഭ്യാസത്തിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ സൈനികാഭ്യാസമൊക്കെ നടത്തുന്നു. അതിനിടയ്ക്ക് ഈ കാറ്റും കോളും നിറഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയിൽ പറന്നു പൊങ്ങിയ F-35 വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാതെ വരുന്നു. ഈ ഷിപ്പിലേക്ക് വലിയ കാറ്റ് വരുന്നു. അപ്പോൾ ഈ കാറ്റ് വരുന്നത് കൊണ്ടും കാറ്റ് മഴയൊക്കെ കാരണം കൃത്യമായിട്ട് കാലാവസ്ഥ പ്രശ്നം കാരണം ഇറങ്ങാൻ കഴിയാതെ വരുന്നു. അവിടെയാണ് ഈ കാരണം പറയുമ്പോഴാണ് ആദ്യ ദുരൂഹത സംശയിക്കുന്നത്. F-35 പോലുള്ള ഒരു യുദ്ധവിമാനത്തിന് ഏത് സാഹചര്യത്തിൽ പറക്കാൻ കഴിയും? റഡാർ സംവിധാനമുള്ള സ്റ്റെൽത്ത് ആയിട്ടുള്ള ഒരു വിമാനമാണ്. അതായത് റഡാർ സംവിധാനങ്ങൾക്കൊന്നും പിടിക്കാൻ കഴിയില്ല. അങ്ങനെ റഡാർ സ്റ്റെൽത്ത് ആയിട്ടുള്ള ഒരു വിമാനത്തിന് എന്തുകൊണ്ട് ഈ പറയുന്ന യുദ്ധവിമാനത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ള, അങ്ങനെ കാലാവസ്ഥ പ്രശ്നമൊക്കെ ബാധിക്കുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. അത് ബാധിക്കുമെങ്കിൽ തന്നെ ആ വിമാന നിർമ്മാണത്തിൻ്റെ ഒരു വലിയ കുറവായിട്ടാണ് കണക്കാക്കേണ്ടി വരും. ഇനി രണ്ടാമത് അവർ പറയുന്നത് അല്ല, ഇന്ധനം തീരാറായി എന്നുള്ളതാണ്. ഒരു യുദ്ധവിമാനം ഒരു കാരണവശാലും അതിൻ്റെ കൃത്യം കാൽക്കുലേഷനിൽ മാത്രമേ പറക്കുകയുള്ളൂ. എവിടെയെങ്കിലും അതിനൊരു ഇന്ധനക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറക്കില്ല. അത് ഇവർ ഇതിന് മുമ്പേ തന്നെ ഏറെ മുൻപേ സ്റ്റോപ്പ് ചെയ്യും. അതായത് വിമാനത്തിൽ നിശ്ചിത ഘട്ടത്തോളം ഇന്ധനം ബാക്കിയുള്ളപ്പോൾ തന്നെ ഈ വിമാനം തിരിച്ചിറക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു പ്രതിനിധിയാണ്. കാരണം ഇതിന് ഡ്രോപ്പ് ടാങ്കൊക്കെ ഉണ്ട്. അതായത് അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിലാണ് കൂടുതൽ ഇന്ധനമുള്ളത്. ഈ ടാങ്കിനെ ഡ്രോപ്പ് ചെയ്യാനൊക്കെ കഴിയും. അതായത് എമർജൻസി ലാൻഡിങ് വല്ലതും ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇതിൻ്റെ ഇന്ധനം പുറത്തേക്ക് കളയാനും അതിൻ്റെ ഇന്ധനത്തിൻ്റെ ടാങ്കിനെ ചെക്ക് ചെയ്ത് കളയാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ പല വിമാനങ്ങൾക്കും ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സംവിധാനം ഇതിനകത്തും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ധനത്തിൻ്റെ കുറവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇത്തരം വിമാനങ്ങൾക്ക് വരാറില്ല. ഇനി അഥവാ തന്നെ ഇന്ധനം തീർന്നിട്ടാണ് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുന്നതെങ്കിൽ അടുത്ത സിദ്ധാന്തം പറയുന്നത് ഇതാണ്: ഒരു കാരണവശാലും ഇന്ത്യയിലുള്ള ഡിഫൻസ് ഏവിയേഷൻ ഫ്യൂലുകൾ ഇത് ഉപയോഗിക്കാൻ സാധ്യതയില്ല. JP5, JP8 പോലുള്ള JP10 പോലുള്ള യുദ്ധവിമാനത്തിന് ഉപയോഗിക്കുന്ന നാറ്റോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫ്യൂലുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഫ്യൂലുകൾക്ക്, ഇന്ത്യയിലുള്ള ഫ്യൂലുകൾക്ക് ഇതിനായിട്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല എങ്കിൽ കൂടിയും ഇതിൻ്റെ പ്യൂറസ്റ്റ് ഫോം, അവരുടെ സർട്ടിഫൈഡ് വേർഷൻ മാത്രമേ അവർ ഇതിൻ്റെ അത് ഉപയോഗിക്കാറുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ അതുമായിട്ട് 0.1% ഒരു വ്യത്യാസമേ ചിലപ്പോൾ സാങ്കേതികമായി കാണുകയുള്ളൂ, എങ്കിലും അവർ ഉപയോഗിക്കാറില്ല. പക്ഷേ അവരിവിടെ നിന്ന് ഇന്ധനം നിറച്ചു എന്ന് പറയുന്നു. ചിലപ്പോൾ നിറച്ചിരിക്കാം. അവർ ഈ പറയുന്ന ഇത്രയും $1 മില്യൺ വിലയുള്ള ഒരു വിമാനത്തിനകത്ത് അങ്ങനെ മാറിയ രീതിയിൽ ഇന്ധനം നിറയ്ക്കുമോ എന്നുള്ള ഒരു പ്രശ്നവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അത് വരട്ടെ, അത് അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ നിറയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറയുന്നു. ശരി, ഈ വിമാനം വന്ന് ഇറങ്ങി. ഇതിൻ്റെ തകരാറ് എന്താണ്? സാങ്കേതിക തകരാറ് കൊണ്ടാണ് ഇറങ്ങിയതെന്നാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറയുന്നു അതിൻ്റെ ലാൻഡിംഗ് ഗിയറിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലുള്ള പിശകാണെന്ന് പറയുന്നു. അത് ലാൻഡ് ചെയ്തപ്പോൾ വന്നതാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ തകരാറ് കൊണ്ടല്ല നേരത്തെ ഇറക്കേണ്ടി വന്നത്. ഒന്നുകിൽ കാലാവസ്ഥ, അല്ലെങ്കിൽ ഇന്ധനത്തിൻ്റെ കുറവ്. ഈ 2 കാരണമേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഈ പറയുന്ന വിമാനം ഇന്ത്യയിൽ വന്ന് ഇറങ്ങുമ്പോൾ അവർക്കൊരു ആശ്വാസമുണ്ട്. കാരണം ഇത് ഇന്ത്യയാണ്, ചൈനയല്ല. ചൈനയിലായിരുന്നെങ്കിൽ ഈ വിമാനത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളതാണ്.
ഈ വിമാനം അവിടെ കിടക്കും, ഇവർ കൃത്യമായി അതിനെ പഠിച്ച് പരിശോധിച്ച് അടുത്ത വിമാനം ഈ വിമാനം ഇവിടുന്ന് പറന്ന് പോകുന്നതിന് മുമ്പ് അവരിറക്കും. അതാണ് അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. എന്തിനേയും കപടതയിലും കുടിലതയിലും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന, ഇല്ലെങ്കിൽ ഒരു ആയുസം കാണില്ല, പൊട്ടാസ് പോലെ ഇരിക്കുമായിരിക്കും, പക്ഷേ അങ്ങനെ ഒരു ചൈനീസ് എന്ന് പറഞ്ഞാൽ തന്നെ തട്ടിപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇറക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ പണ്ട് മുതലേ പുലർത്തി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. അത് വിദേശ രാജ്യങ്ങളോട് എല്ലാ കാലത്തും പുലർത്തിയിരുന്നതാണ്. ശത്രുവിനോട് പോലും ഏത് വിധത്തിലാണ്. ഇന്ത്യ സാമ്രാജ്യ മോഹങ്ങളൊന്നുമുള്ള രാജ്യമല്ല. അത് തെറ്റായിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ. എങ്കിലും സാമ്രാജ്യ മോഹമൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ്. അങ്ങനെ തന്നെ ഈ വിമാനത്തിൻ്റെ കഥ വരുമ്പോഴും അത് തന്നെയാണുള്ളത്. വിമാനം വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നു, വിമാനത്തിന് ചെറിയ തകരാറുണ്ടായിരിക്കുന്നു. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് കഴിയാതെ ഒരു 2 ദിവസത്തോളം തന്നെ 2-3 ദിവസത്തിലേറെ ഇത് മഴയും വെയിലും കൊണ്ട് നമ്മുടെ റൺവേയിൽ നിന്ന് മാറ്റാതെ, ആദ്യം പൈലറ്റ് പോലും അവിടുന്ന് മാറാൻ തയ്യാറായില്ല, അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവരുടെ 2 പ്രതിനിധികൾ കപ്പലിൽ നിന്നെത്തി, അവരവിടെ തുടർന്നു. പൈലറ്റ് ഈ പറയുന്ന ഹെലികോപ്റ്ററിൽ തിരിച്ച് കപ്പലിലേക്ക് മടങ്ങി. അതിനുശേഷം അവരുടെ വിദഗ്ധ സംഘത്തൊന്നും ഇവർ വന്ന് നോക്കി, എഞ്ചിനീയർമാർ നോക്കിയിട്ടൊന്നും ശരിയാക്കാൻ പറ്റിയില്ല. വിദഗ്ധ സംഘത്തിനെ പിന്നീട് കൊണ്ടുവന്നു. അപ്പോഴേക്കും വിമാനത്തിനെ ഹാങ്കറിലേക്ക് മാറ്റി. ഒരുപാട് പാടുപെട്ടാണ് ഹാങ്കറിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയ പേടിയായിരുന്നു ഇവർക്ക് ഹാങ്കറിലേക്ക് മാറ്റാനായിട്ട്. പക്ഷേ ഇന്ത്യ വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അദാനി എയർപോർട്ടാണ്, അവിടെ വേണ്ട കാര്യങ്ങൾ അവർ ഒരുക്കി കൊടുത്തു. വലിയ വാടക കിട്ടേണ്ടതാണല്ലോ സ്വാഭാവികമായിട്ട്. ഏതാണ്ട് 40 ദിവസത്തോളം കേരളത്തെ തങ്ങി. കറക്റ്റ് പറയുകയാണെങ്കിൽ 40 ദിവസം എന്നതിന് പറയാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വിമാനം ഇവിടുന്ന് മടങ്ങുന്നത്. ആ വിമാനം മടങ്ങാനായിട്ട് ഇവിടെ ഒന്ന് നന്നാക്കുന്നു, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഹൈഡ്രോളിക്കിലെ പ്രശ്നങ്ങളൊക്കെ, അതിൻ്റെ ലാൻഡിങ് ഗിയറിലുണ്ടാകുന്ന പ്രശ്നമാണ്, അതെല്ലാം പരിഹരിച്ചിട്ട് ഇതിനെ തിരിച്ച് ഇപ്പം അതാ പറന്ന് പൊങ്ങി ഇവിടുന്ന് പോയിരിക്കുന്നു. അപ്പോൾ മുമ്പുള്ള ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനം എന്തിനാണ് വന്നിറങ്ങിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും അല്ല കാര്യമെന്നുണ്ടെങ്കിൽ ഈ വിമാനത്തിന് ഇറങ്ങാൻ മറ്റ് ചില കാരണങ്ങളുണ്ട്. നാറ്റോ സഖ്യരാജ്യങ്ങളാണല്ലോ ഈ അഭ്യാസ പ്രകടനങ്ങളിൽ കൂടുതലും പങ്കെടുക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നോൺ നാറ്റോ രാജ്യം നാറ്റോ രാജ്യങ്ങളുടെ സൈനിക അഭ്യാസത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ സഹായിക്കും എന്നുള്ളത് പരീക്ഷിക്കാനാണ് ഇവർ ശ്രമിച്ചത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറഞ്ഞിരുന്ന ഒരു സിദ്ധാന്തം. അതായത് യുദ്ധവിമാനം ഒരു അപകടഘട്ടത്തിൽ ഒരു യുദ്ധകാലത്തിൽ ഇവിടെ വന്ന് ഇറങ്ങുന്നു. ഇവിടെ വന്നിറങ്ങിയാൽ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും, നമ്മൾ അവരോട് സഹകരിക്കുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു കനത്ത സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിമാനം വന്ന് ഇറങ്ങുന്നത്, ഈ 12 ഡേ വാർ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാനാണ് ഇവർ വന്നത് എന്നുള്ളൊരു പ്രധാന സിദ്ധാന്തമുണ്ട്. അപ്പോൾ ആ സിദ്ധാന്തമൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അവർ അതിനായിരിക്കും ഇന്ത്യയുടെ സ്വഭാവം എങ്ങനെ, ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുന്നു, ഇന്ത്യ സഹായിക്കുമോ, ഇന്ത്യ അത് ഉടക്കുമോ, ഇന്ത്യ മറ്റെന്തെങ്കിലും പറയും, എടുത്തുകൊണ്ട് പോകണം, ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുമോ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ പരിശോധിക്കാൻ വന്നതെന്നൊരു സാധ്യതയുണ്ട്. അതെ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിദ്ധാന്തം നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് ഈ നാറ്റോയിലേക്കുള്ള ഡിഫൻസ് എക്സ്പെൻസ് അത് ഏറ്റവും കൂടുതൽ നിർവഹിക്കുന്ന രാജ്യം അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ അവരുടെ GDP-യുടെ ഭൂരിഭാഗവും ഈ പറയുന്ന ഡിഫൻസ് കാര്യങ്ങൾക്കാണ്. അതിൽ നിന്ന് വലിയൊരു തുക ഈ നാറ്റോയുടെ മെയിൻ്റെനൻസിനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാറ്റോയിലെ മറ്റ് രാജ്യങ്ങൾ ഇതിൽ കുറവാണ്, ഏറ്റവും കൂടുതൽ അമേരിക്കയാണ്. അപ്പോൾ അത് മറ്റ് രാജ്യങ്ങൾ ഇതിലേക്കുള്ള നിക്ഷേപം കൂട്ടണം എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപ് മൊത്തം അടിപൊളി എല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി പറഞ്ഞു, ഇത് നിങ്ങൾ ഇവിടെ നാറ്റോയിലുള്ള നിക്ഷേപം കൂട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫൻസ് എക്സ്പെൻസ് കൂടുതൽ മറ്റ് രാജ്യങ്ങൾ ചെലവ് ചെയ്യണം, അമേരിക്കയ്ക്ക് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടി വരിക F-35 പോലുള്ള യുദ്ധവിമാനങ്ങൾ അവരെ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയന് തന്നെ സ്വന്തമായിട്ട് ഒരു യുദ്ധവിമാനമുണ്ട്, യൂറോ ഫൈറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഫൈറ്റർ ജെറ്റ് ഉണ്ട്. അതിന് പിന്നെ അത് പോരെങ്കിൽ തന്നെ ഈ പറയുന്ന റഫേലുണ്ട് ഫ്രാൻസിൻ്റെ കയ്യിൽ. അപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ യുദ്ധവിമാനങ്ങളുള്ള രാജ്യങ്ങൾ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ മിക്കവരും. അങ്ങനെ ഇരിക്കുമ്പോൾ F-35 അമേരിക്കയുടെ കയ്യിൽ നിന്ന് കൂടുതൽ നിക്ഷേപം നടത്താൻ വേണ്ടി വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ സമ്മർദ്ദം അമേരിക്ക ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് UK അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇത് യോജിപ്പുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വിമാനം ഇന്ത്യയിൽ വന്നിറങ്ങുന്നത്. ഈ വിമാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്പെൻസ് ഉള്ള ഒരു വിമാനമാണ്. പോരാത്തതിന് ഇതിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയ്ക്ക് ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഇതിൻ്റെ ബോഡി മെറ്റൽ എന്ന് പറയുന്നതും ദീർഘായുസുള്ളതല്ല. അത് പെട്ടെന്ന് മറ്റ് യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് കേടായി പോകും. നമ്മുടെ മിറാഷൊക്കെ ഏതാണ്ട് 10, 30, 40, 50 വർഷമായിട്ട് ഇന്ത്യയിലുള്ളതാണ്.
അതുപോലെയൊന്നും നമുക്ക് നിൽക്കില്ല. ഹ്യൂമിഡായിട്ടുള്ള, അതായത് ഈർപ്പം കൂടിയ സാഹചര്യങ്ങളൊക്കെ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത് ഇത് വാങ്ങണമെന്ന് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിവിടെ വന്നിറങ്ങുന്നത്. ഇവിടെ മഴയും വെയിലും കൊണ്ട് കിടക്കുകയാണ്. ഇതിൻ്റെ മെയിൻ്റനൻസ് വലിയ ചിലവേറിയതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ട് ഇത് വഴിയിലാകുന്ന സാധനമാണെന്ന് പറയാനും ട്രംപിൻ്റെ ഈ ആവശ്യം നിരാകരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് UK-യും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് കളിച്ചത്, ഒത്തുകളിച്ചത്. ട്രംപിനുള്ള ഒരു പണിയായിരുന്നു എന്നൊരു സിദ്ധാന്തം കൂടിയുണ്ട്. അതിന് വലിയ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ ആ വിമാനം ഇവിടുന്ന് പോയിരിക്കുന്നു. ഈ പറയുന്ന സിദ്ധാന്തങ്ങളെല്ലാം തന്നെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഏതാണ് യഥാർത്ഥ കാരണം എന്നുള്ളത് അറിയില്ല. എന്തായാലും ചെറിയ തകരാറെന്തെങ്കിലും ഉണ്ടായിരിക്കും. ലാൻഡിങ്ങിന് ശേഷം നമ്മളുടെ ഈ പറയുന്ന ഒരു സിവിലിയൻ എയർപോർട്ടിലേക്ക് ഇത് വന്ന് ഇറങ്ങുമ്പോൾ സാധാരണഗതിയിൽ ലാൻഡ് ചെയ്യാത്ത ഒരു ടെറൈനിലേക്ക്, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമുള്ള, വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു എയർഫോഴ്സിൻ്റെ എയർപോർട്ടിലല്ല വന്നിറങ്ങിയതെന്നേ ഉള്ളൂ, എങ്കിലും വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത ഒരു ടെറൈനിൽ വന്നിറങ്ങിയപ്പോൾ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചതായിരിക്കാം. പക്ഷേ ഇതിന് പിന്നിൽ ഇപ്പോഴും മായാത്ത ദുരൂഹതയുണ്ട്. ഏതെങ്കിലും കാലത്ത് ഇത് വെളിയിൽ വരുമോ എന്നറിയില്ല. എന്തായാലും ആ വിമാനം ഇവിടുന്ന് ടാറ്റ പറഞ്ഞ് പോയിരിക്കുന്നു. ട്രോളുകൾക്കെല്ലാം ഇടയായ ഒരു വിമാനമാണ്. എല്ലാവരും വാർത്തയാക്കി, ട്രോളാക്കി, അങ്ങനെ വലിയ രീതിയിൽ ആഘോഷിച്ച് ഇവിടുന്ന് പോകുന്നില്ല, ഗോഡ്സ് ഓൺ കൺട്രി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ F-35 പറയുന്നതായിട്ടും ചായക്കടയിലിരിക്കുന്ന F-35 വരെ നമ്മൾ വരച്ചു വെച്ചു. നമ്മൾ സദ്യ വരെ കൊടുക്കാൻ റെഡിയാക്കിയിരുന്നു ഓണത്തിന്. അപ്പോൾ അത് കഴിഞ്ഞു പോയത് കൊണ്ട്, അല്ല, ഓണം എത്താത്തത് കൊണ്ട് അതിന് മുമ്പേ പോവേണ്ടി വന്നല്ലോ. എന്തായാലും F-35 ഓണമൊന്നും ഉണ്ണാതെ ഇവിടുന്ന് പറന്നു പോയിരിക്കുന്നു. ദുരൂഹതകൾ വരും കാലത്ത് വെളിപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം.